ദൈനംദിന ആയുർവേദ സൗന്ദര്യ സംരക്ഷണ ശീലങ്ങൾ ആയുർവേദിക് കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലസ്സി IV പുലിക്കോട്ടിൽ സംസാരിക്കുന്നു. സത്യം ശിവം സുന്ദരം എന്ന ഭാരതീയ ദർശനം തന്നെ സൗന്ദര്യത്തിന്റെ മൂല്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഭാരതീയ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ആയുർവേദത്തിലും സൗന്ദര്യവും അതിന്റെ സംരക്ഷണവും ദിനചര്യയുടെ ഭാഗമായി തന്നെയാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ദിനചര്യ എന്നാൽ ദിനം തോറും ചെയ്യേണ്ട ക്രമമാണ്, അഥവാ അത് ജീവിതചര്യയാണ്. ചർമ്മ സംരക്ഷണമാണ് സൗന്ദര്യ സംരക്ഷണത്തിന്റെ ആദ്യപടി. അതിരാവിലെ എഴുന്നേറ്റ ഉടനെ ശുദ്ധജലത്തിൽ മുഖം കഴുകുക, എണ്ണ തേച്ചു കുളി, വിവിധ തരം മുഖലേപങ്ങൾ, വിവിധ ഔഷധക്കൂട്ടുകളുടെ ഉപയോഗം തുടങ്ങി അനേകം ക്രമങ്ങൾ ചർമ്മ സംരക്ഷണത്തിനായും മുഖസൗന്ദര്യ സംരക്ഷണത്തിനായും ആയുർവേദത്തിൽ വിവരിക്കുന്നുണ്ട്. മുഖചർമ്മ സംരക്ഷണത്തിനായി ആഗോളതലത്തിൽ പ്രചാരത്തിലുള്ള ദിനചര്യയാണ് FMS. FMS എന്നാൽ ഫേസ് വാഷ്, മോയ്സ്ചറൈസ്, സൺസ്ക്രീൻ ഇവയാണ്. ഇതിൽ ആദ്യത്തേതാണ് ഫേസ് വാഷ്. മുഖചർമ്മത്തിന് അനുയോജ്യമായ ക്ലെൻസറോ സോപ്പോ ഉപയോഗിച്ച് മുഖം വൃത്തിയായി കഴുകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. M എന്നാൽ മോയ്സ്ചറൈസ്. ചർമ്മത്തിനിണങ്ങുന്ന മോയ്സ്ചറൈസറുകൾ മാത്രം സ്ഥിരമായി ഉപയോഗിക്കുക. മൂന്നാമത്തേത് S, സൺസ്ക്രീൻ. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ രക്ഷിക്കാൻ എന്നും സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം. ചർമ്മ സംരക്ഷണത്തിനായി ഇത്രയും കാര്യങ്ങൾ ദിനം തോറും ചെയ്താൽ സൗന്ദര്യ പ്രശ്നങ്ങളില്ലാതെ നല്ല മുഖകാന്തി ലഭിക്കും. FMS ക്രമം പാലിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫേസ് വാഷ്, ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇവയുടെ തെരഞ്ഞെടുപ്പിലാണ്. ചർമ്മത്തിന്റെ സ്വാഭാവികതയും നിറവും നിലനിർത്താൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ചർമ്മത്തിന് അലർജി ഉണ്ടാക്കുന്നതോ പുകച്ചിൽ, ചൊറിച്ചിൽ, നിറവ്യത്യാസം ഇവയിൽ ഏതെങ്കിലും ഉണ്ടാക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ അവയുടെ ഉപയോഗം നിർത്തേണ്ടതാണ്. നിങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കാൻ എസ്തെറ്റിക് അല്ലെങ്കിൽ കോസ്മെറ്റിക് മേഖലയിൽ പ്രാവീണ്യം നേടിയവരുടെ സഹായമെടുക്കേണ്ടതാണ്. നിങ്ങളുടെ ത്വക്കിന്റെ സ്വാഭാവിക ഘടനയെ മനസ്സിലാക്കുന്നതിനും അതിന് അനുയോജ്യമായവയെ തിരഞ്ഞെടുക്കുന്നതിനും ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എക്സ്പേർട്ട് ഡോക്ടേഴ്സ് നിങ്ങളെ സഹായിക്കും. വിവിധ പ്രായത്തിലുള്ളവർ ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഓരോ പ്രായത്തിലുള്ളവരുടെയും ചർമ്മത്തിന്റെ സ്വാഭാവിക ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് ഓരോ നിറത്തിലുള്ളവരുടെയും ചർമ്മപ്രശ്നങ്ങളും ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കേണ്ട പ്രോഡക്ട്സും. ഉദാഹരണത്തിന് ടീനേജ് പ്രായത്തിലും 20കളിലും പൊതുവെ മുഖത്ത് എണ്ണമയം കൂടുതലായി കാണുകയും മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കാണുകയും ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ എണ്ണമയം തീരെയില്ലാത്ത ജെൽ രൂപത്തിലുള്ള പ്രോഡക്ട്സ് ആണ് ചർമ്മത്തിന് അനുയോജ്യമാകുന്നത്. ആര്യവേപ്പ് അഥവാ നീം മുഖക്കുരു മാറാൻ സഹായിക്കുന്നു. ഒരു ആന്റി ബാക്ടീരിയൽ ഗുണമുള്ളതാണിത്. കറ്റാർ വാഴ അഥവാ അലോവേറ എണ്ണമയമില്ലാതെ ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ വളരെ ഉപയോഗപ്രദമാണ്. ത്രിഫല ചേർന്ന പ്രോഡക്ട്സും നല്ലതാണ്. ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം മുഖക്കുരു അല്ലെങ്കിൽ അക്നെ പ്രശ്നമുള്ളവർ മുഖത്ത് എണ്ണ ഉപയോഗിക്കുകയോ എണ്ണമയം കൂട്ടുന്ന ക്രീമുകൾ ഉപയോഗിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മുഖം ഇളം ചൂടുവെള്ളത്തിൽ സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ച് 3-4 തവണ കഴുകുന്നത് ഉചിതമായിരിക്കും. എന്നാൽ വരണ്ട ചർമ്മമുള്ളവർ അല്പം എണ്ണമയമുള്ളതോ ചർമ്മത്തെ കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ചേർന്ന സോപ്പോ ഫേസ് വാഷോ മുഖം കഴുകാൻ ഉപയോഗിക്കണം. അനുയോജ്യമായ ഔഷധക്കൂട്ടുകൾ ചേർന്ന എണ്ണ ഉപയോഗിച്ച് ഫേസ് മസാജ് ചെയ്യുന്നതും ഉചിതമായിരിക്കും. മുഖം കഴുകിയതിനു ശേഷം അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം ഉടനെ തന്നെ ഉപയോഗിക്കേണ്ടവയാണ് മോയ്സ്ചറൈസറുകൾ. ചർമ്മത്തിൽ ജലാംശം നിലനിർത്തുന്നതിനും ചർമ്മകാന്തി നിലനിർത്താനും മോയ്സ്ചറൈസറുകൾ ഉപകരിക്കും. ക്രീം, ലോഷൻ, ജെൽ എന്നിങ്ങനെ പല രൂപത്തിൽ ഇവ ലഭ്യമാണ്. വരണ്ട ചർമ്മമുള്ളവർക്ക് മോയ്സ്ചറൈസിംഗ് ക്രീം അനുയോജ്യമാണ്. ആഴത്തിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ലോഷനുകളോ ബട്ടർ അല്ലെങ്കിൽ ഘീ അടങ്ങിയ മോയ്സ്ചറൈസറുകളോ ഇവർക്ക് ഇണങ്ങും. ശരീരത്തിൽ നിന്ന് കൂടുതൽ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ ഇക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കണം. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനാണ് സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നത്. മോയ്സ്ചറൈസർ ഉപയോഗിച്ച ചർമ്മത്തിലാണ് സൺസ്ക്രീനുകൾ പുരട്ടേണ്ടത്. SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറുകൾ സൺസ്ക്രീനുകളിൽ വ്യത്യസ്തമാണ്. ചർമ്മത്തിന്റെ സ്വാഭാവിക നിറത്തിനനുസരിച്ച്
അൾട്രാവയലറ്റ് രശ്മികൾ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ശാസ്ത്രീയമായി ഫിറ്റ്സ്പാട്രിക് സ്കെയിൽ അനുസരിച്ച് ചർമ്മത്തെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 6 വരെയുള്ള നമ്പറുകളായാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ 3, 4, 5 എന്നീ നിറത്തിലുള്ളവരാണ് ഇന്ത്യയിലുള്ളത്. അതിൽ തന്നെ വടക്കേ ഇന്ത്യയിൽ 3, 4 എന്നീ നിറത്തിലുള്ളവരും തെക്കേ ഇന്ത്യയിൽ 4, 5 എന്നീ നിറത്തിലുള്ളവരും കൂടുതലായി കാണുന്നു. 4, 5 എന്ന നമ്പർ നിറത്തിലുള്ളവർ താരതമ്യേന ഇരുണ്ട നിറമുള്ളവരും സൂര്യപ്രകാശം ഏൽക്കുന്നത് വഴി സൺ ടാൻ ഏൽക്കാൻ സാധ്യത ഏറെയുള്ളവരുമാണ്. അവരുടെ നിറത്തിന് അൾട്രാവയലറ്റ് രശ്മികളോട് സ്വയം രക്ഷാകവചം തീർക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് സൺ ടാൻ കൂടുതലായി കാണുന്നത്. ഇത്തരം ചർമ്മമുള്ളവർ SPF 50 ഉള്ള സൺസ്ക്രീനുകളെങ്കിലും വെയിലത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ്. ജെൽ രൂപത്തിലും ക്രീം രൂപത്തിലും ലോഷനുകളായും സൺസ്ക്രീൻ ഇന്ന് ലഭ്യമാണ്. അവയിൽ നിന്നും ചർമ്മത്തിന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കണം. സാധാരണയായി ലഭിക്കുന്ന സൺസ്ക്രീനുകൾ 3 മുതൽ 4 മണിക്കൂർ വരെ സൺ പ്രൊട്ടക്ഷൻ തരുന്നവയാണ്. അതിൽ കൂടുതൽ സമയം വെയിലേൽക്കുകയോ അൾട്രാവയലറ്റ് രശ്മികൾ പ്രവഹിക്കുന്ന ലൈറ്റുകൾ ചർമ്മത്തിൽ ഏൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ വീണ്ടും പുരട്ടേണ്ടതാണ്. ചർമ്മ സംരക്ഷണം രാവിലത്തേതുപോലെ രാത്രികളിലും ചെയ്യേണ്ടതാണ്. ചൂട്, പൊടി, മാലിന്യം, വിയർപ്പ് എന്നിവയിൽ നിന്നും ചർമ്മത്തിനേറ്റ ആഘാതം മാറ്റുന്നതിനും ചർമ്മകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നതുമായ ഉൽപ്പന്നങ്ങളാണ് രാത്രിയിൽ ഉപയോഗിക്കേണ്ടത്. സൗന്ദര്യവർദ്ധനവിനും സൗന്ദര്യ സംരക്ഷണത്തിനും മേക്കപ്പിനുമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മേക്കപ്പ് റിമൂവലും. ഓരോ ഉൽപ്പന്നത്തിനും അത് വ്യത്യസ്തവുമാണ്. ചിലത് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകിയാൽ പോകും. എന്നാൽ ചിലത് എണ്ണമയം ചേർത്ത് വേണം നീക്കം ചെയ്യാൻ. മേക്കപ്പ് പൂർണ്ണമായും മാറ്റിയതിനു ശേഷം ചർമ്മത്തിന്റെ സ്വാഭാവികത തിരിച്ചു ലഭിക്കാൻ ആയുർവേദ ഔഷധക്കൂട്ടുകൾ ചേർന്ന മുഖലേപം, സീറം എന്നിവ ഉപയോഗിക്കുകയോ ഓയിൽ മസാജ് ചെയ്യുകയോ വേണം. വൈകുന്നേരങ്ങളിൽ ചെയ്യുന്ന സ്കിൻ കെയറിൽ ഒരു ഡബിൾ ക്ലെൻസിംഗ് ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. എണ്ണ ഉപയോഗിച്ചും സോപ്പ് ഉപയോഗിച്ചും വൃത്തിയാക്കുന്നതാണ് ഡബിൾ ക്ലെൻസിംഗ്. ഇത്തരത്തിൽ രാവിലെയും വൈകിട്ടും അനുയോജ്യമായ ക്രമം പാലിക്കേണ്ടതാണ്. 7 പടികളായി ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ചർമ്മ സംരക്ഷണ ദിനചര്യയാണ് ഇനി പറയുന്നത്. 1. ക്ലെൻസിംഗ്. എല്ലാ ദിവസവും 2 നേരമെങ്കിലും അനുയോജ്യമായ ക്ലെൻസർ ഉപയോഗിച്ച് ചർമ്മം കഴുകി വൃത്തിയാക്കണം. 2. ടോണർ. ക്ലെൻസർ ഉപയോഗിച്ച് വൃത്തിയാക്കിയ ചർമ്മത്തിൽ ഉടൻ ഉപയോഗിക്കേണ്ടവയാണ് ടോണർ. വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയുമെല്ലാം അടങ്ങിയ ടോണറുകൾ ഇന്ന് ലഭ്യമാണ്. ചർമ്മത്തിൽ പുതിയ കോശങ്ങൾ വേഗത്തിലുണ്ടാകുന്നതിന് ഇത് സഹായിക്കുന്നു. 3. എക്സ്ഫോളിയേഷൻ. ത്വക്കിന്റെ സ്വഭാവമനുസരിച്ച് ആഴ്ചയിലൊരിക്കലോ 2 മുതൽ 3 ആഴ്ചയിലൊരിക്കലോ ചർമ്മം സ്ക്രബ് ചെയ്ത് വൃത്തിയാക്കണം. ഇതിലൂടെ നിർജീവമായ ചർമ്മകോശങ്ങളെ നീക്കം ചെയ്യാനാകും. 4. സീറം. ചർമ്മത്തിന്റെ സ്വാഭാവികത നിലനിർത്താൻ ഇവ എന്നും ഉപയോഗിക്കാം. രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. 5. മോയ്സ്ചറൈസിംഗ്. എല്ലാ ദിവസവും ക്ലെൻസിംഗ് കഴിഞ്ഞും കുളിച്ചു കഴിഞ്ഞും മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. 6. ഐ ക്രീം. കണ്ണിന് ചുറ്റുമുള്ള ത്വക്കിന്റെ സംരക്ഷണത്തിനായി പുരട്ടുന്ന ക്രീമുകളാണിവ. ഇവ ദിനംതോറും ഉപയോഗിക്കണം. 7. പ്രൈമർ. സൺസ്ക്രീനുകൾ ഉപയോഗിക്കുക. മേക്കപ്പ് ഉപയോഗത്തിനു മുമ്പ് ചർമ്മത്തെ സംരക്ഷിക്കുക. ഇവയ്ക്കായി പ്രൈമർ ഉപയോഗിക്കാം. പ്രൈമർ ഉപയോഗിക്കുക വഴി മേക്കപ്പ് നന്നായി പ്രതിഫലിക്കുകയും വിവിധ ഇനം മേക്കപ്പ് വഴി ചർമ്മത്തിനുണ്ടായേക്കാവുന്ന ആഘാതം കുറച്ച് ഒരു ചർമ്മ ആവരണമായി അവ നിലകൊള്ളുകയും ചെയ്യും. എല്ലാ ദിവസവും സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിലും 3 മുതൽ 4 ആഴ്ചയുടെ ഇടവേളയിൽ ചർമ്മത്തിന് ഒരു ഡീപ്പ് കെയർ നൽകേണ്ടതാണ്. ത്വക്കിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ചർമ്മകാന്തി ഉണ്ടാവുന്നതിനും ചന്ദനം, മഞ്ചട്ടി, കുങ്കുമം, ഇരട്ടിമധുരം, നറുനീണ്ടി, രാമച്ചം തുടങ്ങിയ ചേരുവകൾ അടങ്ങിയ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഭാരതീയ ദർശനങ്ങളിൽ അധിഷ്ഠിതമായ ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യകൾ പാലിക്കുന്നത് വഴി ആരോഗ്യവും സൗന്ദര്യവും ആത്മവിശ്വാസവുമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ദൈനംദിന ആയുർവേദ സൗന്ദര്യ സംരക്ഷണ ശീലങ്ങൾ ആയുർവേദിക് കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലസി IV പുലിക്കോട്ടിൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.